ശിവാലയ ഓട്ടം പുരോഗമിക്കുന്നുണ്ട്. മഹാശിവരാത്രി ദിവസം കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിലാണ് ഭക്തർ ദർശനം നടത്താറ്. എം മനോജിൻ്റെ റിപ്പോർട്ട് കാണാം. ശിവാലയ ഓട്ടത്തിൽ 4ാമത്തെ ക്ഷേത്രമായ തിരുനന്ദിക്കരയാണ്. തിരുനന്ദിക്കരയിലേക്ക് ഇപ്പോൾ ശിവഭക്തരൊക്കെ അങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി ആദ്യ ക്ഷേത്രമായിട്ടുള്ള തിരുമലയിൽ നിന്നും സന്ധ്യാദീപാരാധന തൊഴുത് ഓരോ ഭക്തരും അങ്ങനെ ഈ ശിവാലയത്തിന്റെ ഭാഗമായി ഓരോ ക്ഷേത്രങ്ങളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്നും അത് തുടരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി തിരുമല ക്ഷേത്രത്തിലെ നട തുറന്നു. അവിടെ നിന്നും ഓരോ ഭക്തജനങ്ങളായി 1ഉം 2ഉം 3ഉം ക്ഷേത്രങ്ങൾ കടന്ന് 4ാമത്തെ ക്ഷേത്രത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഇനിയുമുണ്ട്. മുഴുവൻ 12 ക്ഷേത്രങ്ങളാണ്. അവസാനത്തെ ക്ഷേത്രത്തിലെത്തി ശങ്കരനാരായണനെ തൊഴുത ശേഷമാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത്. എന്തായാലും ഭക്തരങ്ങനെ എത്തുകയാണ്. ഈ ക്ഷേത്രത്തെ അങ്ങനെ പ്രദക്ഷിണം വച്ചുകൊണ്ടാണ് അവരൊക്കെ ഉള്ളിലേക്ക് കയറുന്നത്. കാരണം തിരക്കാണ്. അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കാൻ വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും അങ്ങനെ പുഷ്പങ്ങളൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അവരൊക്കെ ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ദർശനം നടത്തുകയാണ്. എത്രാമത്തെ വർഷമായിട്ടോ? എത്രാമത്തെ വർഷമോ? നമ്മളൊരു 10-15 വർഷമായി. പണ്ടൊക്കെ നടന്നു വരും. മുന്നേലെ നടന്നു വന്നു. ഇപ്പൊ നടക്കാൻ പറ്റൂല. ബൈക്കിൽ വന്നു. അപ്പോൾ മുമ്പൊക്കെ നടന്ന് വന്നിട്ടുള്ള, അതായത് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ ക്ഷേത്രത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലേക്ക് എത്രയും വേഗത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ഈ 12 ക്ഷേത്രങ്ങളിലും എത്തി ദർശനം നടത്തി ഈ ശിവരാത്രി ദിനം അത്തരത്തിൽ ആചരിക്കുന്നവരാണ്. ഈ തമിഴ്നാട്, അതായത് കന്യാകുമാരി ജില്ലയിലെ തന്നെ 2 താലൂക്കുകളിൽപ്പെടുന്ന 12 ക്ഷേത്രങ്ങളാണ് ഈ ശിവാലയ ഓട്ടത്തിനായിട്ട് ഉള്ളത്. എന്തായാലും ആദ്യമായിട്ടാണോ വരുന്നത്? നാലാമത് കൊല്ലം. അപ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട് നിന്നുമൊക്കെ എത്തുന്ന ശിവഭക്തരുണ്ട്. അവരൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഈ പരമ്പരാഗതമായിട്ട് നടന്നു വരുന്നവരും അതേപോലെ ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി ഓടി എത്തുന്നവരും ഒക്കെയുണ്ട്. നമുക്ക് അതൊക്കെ പലയിടത്തും കാണാൻ സാധിക്കും. എന്തായാലും ക്ഷേത്രത്തിൽ ഈ ശിവാലയത്തിന് വേണ്ട, ശിവാലയ ഓട്ടത്തിന് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അലങ്കാരമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവർ വരുമ്പോൾ, ഭക്തരെത്തുമ്പോൾ അവർക്ക് കയറി പോകുവാനുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും സുഗമമായുള്ള ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെത്തുമ്പോഴും അവരങ്ങനെ ഗോവിന്ദ ഗോപാല എന്നുള്ള ആ ഒരു മന്ത്രമാണ് ഉരുവിടുക. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ശിവാലയ ഓട്ടത്തിന് സാധാരണ ശിവഭക്തരെത്തുമ്പോൾ ശിവന്റെ മന്ത്രമല്ലേ ഉരുവിടേണ്ടത് എന്നുള്ള പല സംശയങ്ങളും നിലനിൽക്കും. എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും ആ 2 ശൈവവും വൈഷ്ണവും ഒക്കെ ഒന്നാണ് എന്ന് ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ആചാരം കൂടിയാണ്, ആ ഒരു യാത്ര കൂടിയാണ് ഈ ശിവാലയ ഓട്ടം. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭക്തരും അങ്ങനെ ഗോവിന്ദ ഗോപാല എന്നുള്ള ആ ഒരു മന്ത്രം ഉരുവിടുന്നത്. അതായത് അതിന് പിന്നിലൊരു കഥയുമുണ്ട്. മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ശിവാലയ ഓട്ടം അങ്ങനെ പ്രസിദ്ധമാണ്. എന്തായാലും കന്യാകുമാരി ജില്ലയിൽ അങ്ങനെ ശിവാലയം ഓട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങളാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്.